എല്ലാവർക്കും സംസ്കൃതി UGC നെറ്റ് പേപ്പർ 1 PYQ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ്സ്, അതിൻ്റെ ഡെഫിനിഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് ഒരു ടോപ്പിക് വരുന്നത്. ഇനി രണ്ടാമത് വരുന്നത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്, അതിൽ പിന്നെ ഇന്റർ കൾച്ചറൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഇഫക്റ്റീവ് ആക്കാനുള്ള ടെക്നിക്സിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ മാസ് മീഡിയ ആൻഡ് സൊസൈറ്റിനെ കുറിച്ചിട്ടും കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി കൂടുതൽ ഡിലേ ഒന്നും ഇല്ലാതെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനിലേക്ക് പോവാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Mirroring another behavior facilitates person's non-verbal. Option A, resistance. B, restriction. C, regression. D, compliance. Mirroring another behavior. ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബിഹേവിയറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് എന്തിനെയാണ് കാണിക്കുന്നത്? റെസിസ്റ്റൻസ് ആണോ? ഇമിറ്റേഷൻ ഒരു റെസിസ്റ്റൻസ് ഒരിക്കലും ആവില്ല. ഇനി റെസ്ട്രിക്ഷൻ ആണോ? റെസ്ട്രിക്ഷനും ഒരു ആവാൻ ചാൻസ് വരുന്നില്ല. കാരണം ഇമിറ്റേറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ റെസിസ്റ്റൻസും റെസ്ട്രിക്ഷനും ഒക്കെ അതിനെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. റിഗ്രഷനും അതുപോലെ തന്നെയാണ്. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? കോംപ്ലിയൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി എന്താണ് മിററിംഗ്? ഫെസിലിറ്റേറ്റ് കോംപ്ലിയൻസ്, എംപതി ആൻഡ് സോഷ്യൽ കണക്ഷൻസ്. അപ്പൊ അതെന്താണ് മിററിംഗ് എന്നുള്ളത് നോക്കാം. മിററിംഗ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരു type of imitation ആണ്. Okay, it is an automatic process that's a part of the mirror neuron system in our brains. This system includes specialized neurons that causes to mimic other people's actions and behaviors. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിനെയാണ് മിററിംഗ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ്മെന്റ് 1, communication is a symbolic process and as such depends upon symbols that are both arbitrary and conventional. Statement 2, different symbols cannot be selected to represent an object or idea to communicate. In the light of above statements, choose the most appropriate answer from the options given below. Option A, both statements are true. Option B, both statements are false. Option C, statement 1 is true. Option D, statement 2 is true. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കാരണം എന്താണ്, ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 നോക്കൂ, കമ്മ്യൂണിക്കേഷൻ ഈസ് എ സിംബോളിക് പ്രോസസ്, കറക്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സിംബൽ ദാറ്റ് ആർ ബോത്ത് ആർബിട്രറി ആൻഡ് കൺവെൻഷണൽ, അത് കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഡിഫറെന്റ് സിംബൽസ് കനോട്ട് ബി സെലക്ടഡ് ടു റെപ്രസെന്റ് ആൻ ഒബ്ജക്ട് ഓർ ഐഡിയ ടു കമ്മ്യൂണിക്കേറ്റ്, അത് തെറ്റാണ്. കാരണം ഡിഫറെന്റ് സിംബൽസ് ക്യാൻ ബി യൂസ്ഡ്. അത് കൾച്ചറൽ ആയിക്കോട്ടെ, ലിംഗ്വിസ്റ്റിക് ആയിക്കോട്ടെ, ജിയോഗ്രഫിക്കൽ വേരിയേഷൻസിനനുസരിച്ച് ഓരോ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഡിഫറെന്റ് സിംബൽസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബുദ്ധിസം കണ്ടെയ്ൻസ് എ വെൽ ഡെവലപ്ഡ് മോഡൽ ഓഫ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ. ഓപ്ഷൻ എ, ബിസിനസ്. ബി, മാസ്. സി, ഇന്റർപേഴ്സണൽ. ഡി, ഓർഗനൈസേഷണൽ. ഏതാണ് ബുദ്ധിസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ? സി ആണോ സർ? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വെരി ഗുഡ്. ഇപ്പൊ ഈ ബുദ്ധിസ്റ്റ് മോഡലും വെസ്റ്റേൺ മോഡലും ഒക്കെ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിനെ കുറിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ മോഡലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി ബുദ്ധിസ്റ്റ് മോഡലിനെ പറ്റിയിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ബുദ്ധിസ്റ്റ് മോഡൽ ഫോക്കസസ് ഓൺ സെൻസിറ്റീവ് ലാംഗ്വേജ്, truthfulness, achieving consensus and harmony, mindful and thoughtful speech, being sensitive to impact of one's words, and it share the notions of sharing and mutuality, and it focus on quality, it is process oriented, and effectiveness of communication is important, and rather than solely passing on of information. കമ്മ്യൂണിക്കേഷന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാസിംഗ് ഓഫ് അല്ലെങ്കിൽ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ആണ്. പക്ഷെ ഇതൊരു കമ്പാഷനേറ്റ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം നമ്മൾ കേൾക്കുന്നവർ, റിസീവ് ചെയ്യുന്ന ആളുടെ മൈൻഡും കൂടെ
നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അയാളെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ബുദ്ധിസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ കീ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എംഫസിസ് ഇസ് ഓൺ റിസീവർ, അണ്ടർസ്റ്റാൻഡിങ് ഈസ് എ കീ നോഷൻ, ഫോക്കസ് ഓൺ ചോയ്സ്. ചോയ്സ് എന്തിന്റെ ചോയ്സ് ആണ്? ചോയ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ചോയ്സ് ഓഫ് അവർ മൂഡ്. ഓക്കെ, ഇറ്റ് എംഫസിസ് ഓൺ ബോത്ത് ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് പ്രോസസ്സസ്. Relationship between communication and receiver is symmetrical and it's stress on empathy. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബുദ്ധിസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് നമുക്ക് അറിയാനുള്ളത്. ഇനി ബുദ്ധിസ്റ്റ് മോഡലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മോഡൽ ഏതാണ്? അതിന്റെ ഒരു ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പോലെ, കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് പോലെയുള്ള മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്? വെസ്റ്റേൺ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വെസ്റ്റേൺ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനും റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടുവരുന്ന ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ ഏരിയ ആണ് വെസ്റ്റേൺ മോഡലും ബുദ്ധിസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനും. ഈ വെസ്റ്റേൺ മോഡലിന് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വെസ്റ്റേൺ മോഡൽ. അതിന്റെ എന്താണ്? ഇൻഫർമേഷൻ പാസ് ചെയ്യലാണ് മെയിൻ ഫോക്കസ്. അതുപോലെ റിസീവറിലല്ല എംഫസിസ് ഉള്ളത്. റിസീവർ എങ്ങനെ റിസീവ് ചെയ്യുന്നു, അല്ലെ കമ്പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എംപത്തറ്റിക് ലാംഗ്വേജ് ഒന്നും അല്ല വെസ്റ്റേൺ മോഡലിൽ യൂസ് ചെയ്യുന്നത്. ഇനി വെസ്റ്റേൺ മോഡലിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് അരിസ്റ്റോട്ടീലിയൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, hope you're clear. Okay, next question എന്താണെന്ന് നോക്കാം. Which of the following are identified as non-verbal practices of communication? Option A, mimicking speeches. B, accent. C, posture. D, gait. E, dress. And choose the correct options. Correct combinations ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് പറയും. ഏതാ പറഞ്ഞത്? സി, പോസ്റ്റർ കറക്റ്റ് ആണ്. മിമിക്കിംഗ് സ്പീച്ചസ് എന്തായാലും വരില്ല, ആക്സെന്റും വരില്ല. അത് രണ്ടും വെർബലിൽ വരുന്നതാണ്. പോസ്റ്റർ വരും. ഗേറ്റ് എന്താണെന്ന് അറിയോ? ഡ്രസ് കറക്റ്റ്. സി ഡി ആൻഡ് ഇ. അപ്പൊ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ആസ്പെക്ട്സ് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ്, social distance, touch, voice, physical movements, appearance and use of objects. ഇനി നമ്മൾ നേരത്തെ ഓപ്ഷനിൽ കണ്ട ഗേറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗേറ്റ് ബേസിക്കലി ഹ്യൂമൻ മൂവ്മെന്റ് ആണ്. നമ്മുടെ നടത്തം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബോഡിലി മൂവ്മെന്റിനെയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, and it is a non-verbal communication. Especially gait has the power to passively derive contextual information of a situation from the movement of human body. നമ്മുടെ ടെൻസ്ഡ് ആണോ, നമ്മുടെ മൂഡ് എന്താണ്, നമ്മുടെ ടോൺ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമ്മുടെ ബോഡിലി മൂവ്മെന്റ് അതായത് ഗേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഗേറ്റ് ഈസ് ഓൾസോ എ മോഡ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is it known as when the primary function of communication is to transmit new information? Option A, subconscious work. Option B, single purpose work. Option C, instructional work. Option D, differentiation function. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി പെട്ടെന്ന് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ഏതാണ് ആൻസർ എന്നുള്ളത്. ഏതാണ് കറക്റ്റ് ആൻസർ? Primary function of communication is to transmit new information. സി, വെരി ഗുഡ്. ഇൻസ്ട്രക്ഷണൽ വർക്ക്. ഒരു ട്രാൻസ്മിറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റിംഗ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു ഇൻസ്ട്രക്ഷണൽ ഫോം ആണ്. അതിൽ സബ് കോൺഷ്യസ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമോ ഒന്നും ഡിഫറൻഷിയേഷനോ ഒന്നും അല്ല വന്നിട്ടുള്ളത്. അതൊരു ഇൻസ്ട്രക്ഷണൽ വർക്ക് ആണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഈ ഓപ്ഷൻസിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇനി സബ് കോൺഷ്യസ് വർക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്നൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് മെന്റൽ പ്രോസസ് ദാറ്റ് ഒക്കർ വിത്തൗട്ട് കോൺഷ്യസ് അവയർനെസ് ഓഫൻ ഇൻഫ്ലുവൻസിങ് തോട്ട്സ്, ബിഹേവിയേഴ്സ് ഓർ കമ്മ്യൂണിക്കേഷൻ ഇൻ സട്ടിൽ വേസ്. ഓക്കെ, നമ്മുടെ കോൺഷ്യസ്നെസ്സോടെ അല്ലാതെ നമ്മുടെ തോട്ട്സിനും ബിഹേവിയേഴ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് സബ് കോൺഷ്യസ് വർക്ക് എന്നുള്ളത്. ഓക്കെ, ഇനി സിംഗിൾ പർപ്പസ് വർക്ക് എന്ന് വെച്ചാൽ it involves tasks or activities that are focused on achieving a specific singular goal or objective. Singular goal-ന്റെയാണ് single purpose work. Then instructional work നമ്മൾ നേരത്തെ കണ്ടു, aimed at teaching or sharing a new information to the audience. Then it refers to the study of communication, human communication process across all learning situations independent of the subject matter, the grade level or the learning environment. ഈ വക കാര്യങ്ങൾ സബ്ജക്ട് മാറ്ററോ ഗ്രേഡോ ലേണിംഗ് എൻവയോൺമെന്റ് ഒന്നും
കൺസിഡർ ചെയ്യുന്നില്ല ഇതിൽ ഇൻസ്ട്രക്ഷണൽ വർക്കിൽ. ഓക്കെ, ഇതിന്റെ ഈ കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം മേ ബി ഈ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചേക്കാം. ഓക്കെ, ഇനി ഡിഫറൻഷിയേഷൻ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ it refers to the process of distinguishing or identifying unique features in communication, often to highlight differences or specify certain information. Identifying unique features ഉം specific information ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഡിഫറൻഷിയേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following belong to the field of proxemics in communication? Option A, facial expressions. B, crowding. C, territoriality. D, personal space. E, eye contact. ഇതിൽ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പറയും. ഓപ്ഷൻ എ പ്രോക്സിമിക്സ് എന്താണ്? പേഴ്സണൽ സ്പേസ് വരില്ലേ? പേഴ്സണൽ സ്പേസ് വരും. പ്രോക്സിമിക്സ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ക്രൗഡിങ് വരും, ദെൻ ടെറിട്ടോറിയലിറ്റിയും വരും. ബി, സി ആൻഡ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഐ കോണ്ടാക്റ്റും ഫേഷ്യൽ എക്സ്പ്രഷനും പ്രോക്സിമിക്സിൽ വരുന്നതല്ല. ഇനി എന്താണ് പ്രോക്സിമിക്സ് എന്നുള്ളത് നോക്കാം. Proxemics is a study of how people use space in communication. Okay, space. Namala geographical space in communication, including personal space, territoriality and crowding, to convey social meaning. It is a non-verbal communication of body language, and messages are conveyed from one person to another by charging space that separates them during a communication. Following belong to the field of proxemics. First one, namala options le kanda crowding endaanu nokki kaniyaal, it's a psychological response when an individual feels overwhelmed by the presence of too many people. Okay, ഇനി നമ്മൾ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ, പബ്ലിക് സ്പീക്കിംഗ് നെർവസ്നെസ് ഒക്കെ ഈ പ്രോക്സിമിക്സിൽ വരും. ഓക്കെ, ക്രൗഡിങ്, ടു മെനി പീപ്പിൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ സൈക്കോളജിക്കൽ റെസ്പോൺസ് ആണ് ക്രൗഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടെറിട്ടോറിയാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇൻഫ്ലുവൻസ് ഓൺ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ദ ഗ്രൂപ്പ്സ് ടു ക്ലെയിം, കൺട്രോൾ ഓർ ഡിഫെൻഡ് സ്പെസിഫിക് സ്പേസസ് ദെയർ ഓൺ. അതാണ് ടെറിട്ടോറിയാലിറ്റി. ഇനി നെക്സ്റ്റ് വൺ, പേഴ്സണൽ സ്പേസ്, the physical distance individuals prefer to maintain between themselves and others to feel comfortable and secure. ഒരു കമ്മ്യൂണിക്കേഷനിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രോക്സിമിക്സിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ സ്പേസ് എന്നുള്ളത്. ഓക്കെ, അതിനിപ്പോൾ എന്താണ്, സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു പേഴ്സണൽ സ്പേസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ പ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോക്സിമിക്സ് എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1. According to Buddhism, linguistic communication should be used to adopt moral stance. Statement 2. Critical introspection is not preferred by Buddhists as part of intrapersonal communication. And in the light of the above statements, choose the most appropriate answer. Option A, both statements are correct. Option B, both statements are incorrect. Option C, statement 1 is correct. Option D, statement 2 is correct. Statements ഒന്ന് വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യും. കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു ബുദ്ധിസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, ഷുഡ് അഡോപ്റ്റ് മോറൽ സ്റ്റാൻസ്, അതായത് റിസീവറിലാണ് എംഫസിസ് കിടക്കുന്നത്. റിസീവറിൽ ഒരു കമ്പാഷനേറ്റ് എംപത്തറ്റിക് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് എന്തുണ്ട്, മോറൽ സ്റ്റാൻസ് ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറയും, മുഖത്ത് നോക്കി സത്യം പറയും, ഉള്ളത് പറയും, വിളിച്ച് പറയും എന്നുള്ളത്. അത് ശരിക്കും ഈ ബുദ്ധിസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു കവിതന്റെ ലൈനുള്ള പോലെ ടെൽ ദ ട്രൂത്ത് ബട്ട് ടെൽ ഇറ്റ്സ് ലാൻഡ്. നമുക്ക് കാര്യങ്ങൾ പറയാം, പക്ഷെ പറയുന്ന രീതി ആണ് ബുദ്ധിസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ അതിനൊരു മോറൽ സ്റ്റാൻസ് ഉണ്ട്. അതായത് റിസീവറിനെ ഒരു തരത്തിലും വേദനിപ്പിക്കാത്ത രീതിയിലാണ് ബുദ്ധിസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നോക്കാം. ക്രിട്ടിക്കൽ ഇൻട്രോസ്പെക്ഷൻ ഈസ് നോട്ട് പ്രിഫേർഡ് ബൈ ബുദ്ധിസ്റ്റ് ആസ് പാർട്ട് ഓഫ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ക്രിട്ടിക്കൽ ഇൻട്രോസ്പെക്ഷൻ? എന്താണ്? ലുക്കിംഗ് ഇൻ ടു ദ സെൽഫ്,
ലുക്കിംഗ് ഇൻ ടു ദ സെൽഫ് ആണ് ഇൻട്രോസ്പെക്ഷൻ. നമ്മുടെ ഉള്ളിലോട്ട് ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആണ് ഇൻട്രോസ്പെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് പ്രിഫേർഡ് ബൈ ബുദ്ധിസ്റ്റ് ആറ്റ് പാർട്ട് ഓഫ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് തെറ്റാണ്. കാരണം ബുദ്ധിസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ സെൽഫ് റിഫ്ലക്ഷനും മെഡിറ്റേഷനും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷെ ഇത് ഈ സെന്റൻസ് കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. കാരണം ക്രിട്ടിക്കൽ എന്നുള്ള വേർഡ് വരുന്നത് കൊണ്ട് നമുക്കിത് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നാം. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്, ലാസ്റ്റ് 23 ക്വസ്റ്റ്യനിൽ ഉള്ളതാണിത്. അപ്പൊ അതില് നമ്മൾ UGC പ്രൊവൈഡ് ചെയ്തിട്ടുള്ള NTA പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ കീയില് തന്നിട്ടുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇൻട്രോസ്പെക്ഷനും മെഡിറ്റേഷനും സെൽഫ് റിഫ്ലക്ഷനും ഒക്കെ ബുദ്ധിസ്റ്റ് മോഡലിന്റെ പാർട്ട് തന്നെയാണ്. ഓക്കെ, പിന്നെ ബുദ്ധിസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലാണ് കൂടുതൽ ഫോക്കസ് ഉള്ളത്. rather than intrapersonal communication, they more focused on interpersonal communication, which is not one-sided. എപ്പോഴും one-sided communication-നെ ആര് പ്രോത്സാഹിപ്പിക്കുന്നില്ല? ബുദ്ധിസ്റ്റ് മോഡൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ളത് റോങ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. Hope you are clear. And moving on to the next question. Which of the following contextual factors determine meaning in communication behavior? A. Physical location. B. Participants. C. Preceding events. D. Non-functional goals. E. Absence of audience. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാന്നുള്ളത് പറയാം. ഫിസിക്കൽ ലൊക്കേഷൻ കറക്റ്റ് ആണ്. ഇനി പാർട്ടിസിപ്പൻസ് വരും. വെരി ഗുഡ്. ദെൻ Preceding events വരും. വേറെ ഏതെങ്കിലും നോൺ ഫങ്ഷണൽ ഗോൾസ് വരുമോ? ഇല്ല. ഇനി ആബ്സെൻസ് ഓഫ് ഓഡിയൻസ് വരുമോ? അതും ഇല്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വരുന്നത് A, B and C. Physical location, participants and preceding events are the contextual factors that determine meaning in a communication behavior. Okay.